നമുക്കറിയാം, ജീവിക്കാൻ ആവശ്യമായ പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല സമരം നടക്കുന്നത്. കേരളീയ സമൂഹം നേടിയിട്ടുള്ള, കേരളീയ സമൂഹത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ നേടിക്കൊടുത്ത തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തെരുവിലിറങ്ങി അധികാരി വർഗത്തിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഭക്ഷണത്തിന് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, വിദ്യക്ക് വേണ്ടി സമരം നടക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ പോലെയുള്ള കേരളത്തിലെ പുരോഗമന യുവജന പ്രസ്ഥാനം ഏറ്റവും അർത്ഥവത്തായ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മാസക്കാലം യാത്ര ചെയ്ത് ഈ കേരളീയ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. നമുക്കറിയാം, ഒരു പ്രക്ഷോഭം നടത്തണമെങ്കിൽ ആ പ്രക്ഷോഭത്തിന് ആധാരമായ മുദ്രാവാക്യം ജനസമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ ആ ജനസമൂഹം ഒറ്റക്കെട്ടായി വർഗവീക്ഷണത്തോടുകൂടി, മുതലാളി തൊഴിലാളി എന്ന വർഗവീക്ഷണത്തോടുകൂടി തെരുവിലിറങ്ങണമെങ്കിൽ, അധികാരവർഗത്തിന് മുമ്പിൽ പ്രക്ഷോഭിക്കണമെങ്കിൽ ജാതി മത വ്യത്യാസമില്ലാത്ത ഒരു സമൂഹ സൃഷ്ടിക്ക് മാത്രമാണ് അധികാരവർഗത്തെ പിടിച്ചുകെട്ടാനോ തടുത്തു നിർത്താനോ സാധിക്കും. നമുക്കറിയാം, ഐക്യ കേരളം രൂപീകരിച്ച മൂന്നായി വിഭജിച്ചു. മലബാർ എന്നും തിരുക്കൊച്ചി എന്നും തിരുവിതാംകൂർ എന്നും പേരിട്ട് വിളിച്ച് ബ്രിട്ടീഷുകാരൻ നയിച്ചിരുന്ന കേരളത്തെ നോക്കിയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ വിളിച്ച കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും പി കൃഷ്ണപിള്ളയും EMS എല്ലാം ചേർന്ന്, AKG എല്ലാം ചേർന്ന് ഉജ്ജ്വലമായ സമരമുറകളിലൂടെ ജാതിരഹിത സമൂഹ സൃഷ്ടിക്കു വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടം. നമുക്കറിയാം, ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ കേരളീയ സമൂഹത്തെ ജാതിരഹിത സമൂഹ സൃഷ്ടിക്കു വേണ്ടിയുള്ള നാന്തി കുറിച്ചു. ആ വിളത്തിലത്തിൽ നിന്നാണ് സ്വാമി വിവേകാനന്ദനും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയുമെല്ലാം നവോത്ഥാന പ്രസ്ഥാനത്തിന് ഊടുമാകിയ ആ മണ്ണിൽ നിന്നാണ് തൊഴിലാളി വർഗരാഷ്ട്രീയം, വർഗരാഷ്ട്രീയത്തിന്റെ ചോര ചെങ്കുടി ഈ കേരളത്തിന്റെ സമരഭൂമികളിൽ പറത്തിയത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ കർഷക സമരവും കർഷക തൊഴിലാളി സമരവും ഈ രാജ്യത്ത് നടമാടിയത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് കാണുന്ന ഈ കേരളത്തിലെ നേട്ടങ്ങൾ മുഴുവനും കൊയ്തത്. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയ അമർത സെൻ ഒരു പ്രഖ്യാപനം നടത്തി, ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന്. അങ്ങനെ ലോകത്തിന് തന്നെ മതേതരത്വത്തിന്റെ ഭാഗമായി മാതൃകയായ കേരളത്തെ വീണ്ടും ജാതിമത സാമുദായിക ശക്തികളുടെ ആലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ്. അങ്ങനെയല്ലേ? അപ്പൊ നമ്മളോട് സാധാരണ ആളുകൾ ചോദിച്ചാൽ, ഇടതുപക്ഷം ഭരിക്കുമ്പോ സെക്രട്ടേറിയറ്റ് ഒന്നേ ഉള്ളൂ, അത് തിരുവനന്തപുരത്താണ്. ഇപ്പൊ എവിടൊക്കെയാ സെക്രട്ടേറിയറ്റ്? NSSന്റെ ആസ്ഥാനത്ത് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. SNDPയുടെ ആസ്ഥാനത്ത് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പാലക്കാട്ട് ഈ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ സംസ്ഥാന തലസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് കേന്ദ്രത്തെ മുഴുവൻ വിഭജിച്ച് ജില്ലകൾ തോറും ജാതികൾക്കും സാമുദായിക ശക്തികൾക്കും മതങ്ങൾക്കും വീതം വെച്ചു കൊടുത്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അങ്ങനെ ജാതി കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളൽ ഈ കേരളത്തിൽ സ്വാമി വിവേകാനന്ദൻ വിളിച്ച ഭ്രാന്താലയം എന്ന് വിളിച്ച ആ യഥാർത്ഥ അർത്ഥവത്തായ പ്രഖ്യാപനത്തിലേക്ക് ഉമ്മൻചാണ്ടി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് DYFI മുദ്രാവാക്യം വെച്ചത്, മതനിരപേക്ഷ കേരളം വരണമെങ്കിൽ ജാതിരഹിത സമൂഹ സൃഷ്ടി ഉറപ്പായി വരണം. അങ്ങനെയല്ലേ? അങ്ങനെ ജാതിരഹിത സമൂഹ സൃഷ്ടി ഉറപ്പായി വന്നാൽ മാത്രമാണ് മതനിരപേക്ഷ കേരളം ഉണ്ടാകൂ. മതനിരപേക്ഷ കേരളം ഉണ്ടായാൽ മാത്രമാണ് മനുഷ്യ ജീവിതത്തിനാവശ്യമായ നന്മകൾക്ക് വേണ്ടി അധികാരവർഗത്തിന് മുമ്പിൽ തൊഴിലാളി മുതലാളി എന്ന വ്യത്യാസത്തിൽ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചാൽ മാത്രമാണ് രാജ്യത്തിന്റെ പുരോഗതി കൈവരിക്കാൻ വേണ്ടി കഴിയൂ. ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് DYFI ഇപ്പൊ ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെയല്ലേ? ഇപ്പൊ NSSന്റെ നേതാവ് ഇപ്പൊ പറഞ്ഞല്ലോ, NSS ആസ്ഥാനത്ത് പോയിരുന്നു. ഏത് മന്ത്രി, ആരൊക്കെ വേണം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ് ജാതി നേതാക്കന്മാരോട്. ശ്രീനാരായണ ഗുരു SNDPയുടെ നേതാവല്ല, SNDPയുടെ നേതാവായിരുന്നില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താ? ഒരു ജാതി
ഒരു മതം, ഒരു ദൈവം. പക്ഷെ അത് ഇവര് പറഞ്ഞിട്ട് ഒരു ജാതി, ഒരു തരം മതം, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത്. ചെത്തണം, വിൽക്കണം, കുടിക്കണം എന്ന് മാറ്റിയ ജാതി സംഘടനകളാണ് ഇന്നുള്ളത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന് പകരം ആരാ നേതാവ്? മന്നത്ത് പത്മനാഭന് പകരം സുകുമാരൻ നായർ, ശ്രീനാരായണ ഗുരുവിന് പകരം പിന്നെ വെള്ളാപ്പള്ളി നടേശൻ, ബാഫക്കി തങ്ങൾക്ക്, പൂക്കോയ തങ്ങൾക്ക് പകരം ഹൈദരലി ശിഹാബ്. അങ്ങനെ കച്ചവടം നടത്തുന്ന കച്ചവട രാഷ്ട്രീയത്തിന്റെ മതമേധാവിത്വമാണ് നമ്മുടെ കേരളത്തെ മുഴുവനും ജാതി മതവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ മനസ്സുകളെ, ആവശ്യങ്ങളെ വേർതിരിച്ചെടുത്ത് മതസ്ഥാപനങ്ങളിലേക്കും മതകേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ ഈ കേരളീയ സമൂഹത്തിനകത്ത് ഒരു യുവജന പ്രസ്ഥാനത്തിലല്ലാതെ ഈ കരുത്തുറ്റ മുദ്രാവാക്യം ഉയർത്താൻ ഏത് യുവജന പ്രസ്ഥാനത്തിനെ സാധിക്കുക? ആ പ്രഖ്യാപനമാണ് ജാതിരഹിത സമൂഹം, മതനിരപേക്ഷ കേരളം എന്ന പ്രഖ്യാപനത്തിലൂടെ ഡിവൈഎഫ്ഐ നടക്കുന്നത്. ഒട്ടനവധി ആവശ്യങ്ങൾ നമുക്കുണ്ട്. ആ ആവശ്യങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കണം. ആ സൃഷ്ടിക്ക് വേണ്ടിയാണ് കരുത്തുറ്റ, അത്ര എളുപ്പമല്ലാത്ത ഒരു മുദ്രാവാക്യം ഉയർത്തി ഈ കേരളീയ സമൂഹത്തിനകത്ത് ഡിവൈഎഫ്ഐ നടക്കുന്നത്. ഈ പ്രഖ്യാപനത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ വേണം. ഈ ജാഥ നടത്തുമ്പോൾ നിങ്ങളെ ഞങ്ങൾ മതനിരപേക്ഷ സമൂഹത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ആ ക്ഷണത്തിൽ നിങ്ങൾ പങ്കാളികളാകുകയും ഈ സമരത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്താൽ ഈ കേരളീയ സമൂഹം നേടിയ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരകാരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.